നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണേ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, കപ്സ് ആണല്ലോ. ചാരിയറ്റ് 2 വന്നു. നൈറ്റ് ഓഫ് വാൻഡ്സ്, 10 ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ജോലി സംബന്ധമായ ഒരു കാര്യവുമായിട്ട് വളരെ തിരക്കിൽ ഓടി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കര തിരക്ക് പിടിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവരൊറ്റയ്ക്കല്ല, ഇവരുടെ ടീം മെമ്പേഴ്സ് കൂടെ ഉണ്ട് എന്ന് കാണുന്നു. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് തന്നെയാണ്. ഇതിൽ അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് സംബന്ധപ്പെട്ട കാര്യം എന്തോ ഉണ്ട്. അവർക്കെന്തോ ഒരു ബെനിഫിറ്റ് ഈ ഒരു ജോബ് കംപ്ലീഷൻ വഴി സാധിക്കാനുണ്ട്. അതൊരു പ്രോജക്റ്റ് കംപ്ലീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് അവരതിനു വേണ്ടി ഓടി നടക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. കൂടുതലായും ആദ്യത്തെ 5 കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് ഒന്നും വന്നു കാണില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാരണം ജോലിയിൽ തിരക്കിലാണ്. എല്ലാം തന്നെ പെൻഡക്കിൾസ്, എന്താ പറയുക, എൻതൂസിയാസം, അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, ഒരു പാർട്ട്ണർഷിപ്പ്, അങ്ങനെയൊക്കെ ജോലി സംബന്ധമായിട്ട് പാർട്ട്നേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ഒന്നിച്ച് ചില അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതായിട്ടും അതിലെന്തോ അവർക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉള്ളതായിട്ടും കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇരിക്കാൻ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിലോ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, എന്നാലും അവർ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം അവർ ആ ജോബിൽ തിരക്കിലാണ്. ഓക്കെ, അതാണ് അവരുടെ കറണ്ട് എനർജി.